കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമഃ. നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ കിഷ്കിന്ധാകാന്ഡം 6-ാം സർഗം കഴിഞ്ഞ ടോക്കിൽ കഴിഞ്ഞല്ലോ. അതായത് നമ്മളെ യോഗിനിയുടെ ആ ഭാഗം അല്ലേ, അത് കഴിഞ്ഞു നമ്മളെ. ഇനി നമ്മളെ കിഷ്കിന്ധാകാന്ഡ 7-ാം സർഗത്തിലെ വാനന്മാർക്ക് സീതയെ കണ്ടുപിടിക്കാൻ സഹായിക്കാതെ അവരെ ക്ഷീണിച്ച് അവർ പരിഭ്രമിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ സുഗ്രീവൻ ഇത്ര ദിവസത്തിനുള്ളിൽ പോയി കണ്ടുപിടിച്ച് വരണമെന്ന് പറഞ്ഞ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സുഗ്രീവൻ അല്ലെങ്കിൽ കൊല്ലുന്നല്ലേ പറഞ്ഞാണ്. ആ ഭാഗമൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകണം കേട്ടോ, പാവം പേരുടെ ഈ വാനരന്മാരെ. അപ്പോൾ ആദ്യം എല്ലാ സർഗവും തുടങ്ങണ പോലെ ഇതും മഹാദേവൻ ശ്രീ പാർവതിയോട് പറയണത് പോലെ തന്നെയാണ് തുടങ്ങണത്. ശ്രീ മഹാദേവ ഉവാച അഥ തത്ര സമാസീന വൃക്ഷഷണ്ഡീഷു വാനരാഃ ചിന്തയന്തോ വിമുഹ്യന്താ സീതാമാർഗണകർഷിതാഃ. അഥ തത്ര വൃക്ഷഷണ്ഡേഷു സമാസീനാഃ വാനരാഃ. അതിനുശേഷം അവിടെ വൃക്ഷങ്ങളുടെ തണലിരിക്കണ ഈ വാനരന്മാർ സീതാമാർഗണ കർഷിതാഹ, സീതാന്വേഷണം നിമിത്തം കൃശായിന്ന്, അതായത് ക്ഷീണിച്ചവരും മെലിഞ്ഞു എന്നർത്ഥം. അതാണ് കൃശം, മെലിഞ്ഞവരും. വിമുഹ്യന്തഃ വിമോഹിച്ചവരുമായിട്ട്, അതായത് മോഹഭംഗം, ചിന്തയെന്താ ആലോചിക്കുന്നവരായി ഭവിച്ചു. അതായത് ഈ യോഗിനിയുടെ സഹായത്തോടെ വനത്തിൽ എത്തിയ വാനന്മാർ അവിടെ വൃക്ഷത്തള്ളിയിരുന്നു. സീതാന്വേഷണത്തിന് ബുദ്ധിമുട്ടിയ കാരണം അവർ വല്ലാതെ മെലിഞ്ഞ് ക്ഷീണിച്ചിരുന്നു. സീതയെ കണ്ടെത്താഞ്ഞതുകൊണ്ട് അവർക്ക് വല്ലാത്ത പരിഭ്രമം അല്ലെങ്കിൽ വിഷമം ആയിട്ട് അവർ ആലോചിക്കാൻ തുടങ്ങി. തത്രോവാച 1 വായിച്ച് 2. അഥ തത്ര സമാസീന വൃക്ഷഷണ്ഡേഷു വാനരാഃ ചിന്തയന്തോ വിമുഹ്യന്തഃ സീതാമാർഗണകർഷിതാഃ. തത്രോവാചാംഗതഃ കാംശ്ചിദ് ദ്വാനരൻ വാനരർഷഭഃ ഭ്രമതാം ഗഹ്വരേസ്മാകം മാസോ നൂനം ഗതോഭവത്. തത്ര വാനരർഷഭഃ അംഗത. അപ്പോൾ വാനരന്മാരുടെ ചീഫായിട്ടുള്ള അംഗദൻ, അല്ലെങ്കിൽ വാനര പ്രമുഖനായിട്ടുള്ള അംഗദൻ, കാംശ്ചിത് വാനരാൻ ഉവാച, ചിലർ വാനരന്മാരോട് പറഞ്ഞു അംഗദനെ, ഗഹ്വരേ ഭ്രമതാം അസ്മാകം, ഈ ഗുഹയിൽ ചുറ്റിത്തിരിഞ്ഞ് നമ്മളുടെ മാസഹ ഗതാഭവത്, 1 മാസം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ സീതാന്വേഷണത്തിന് പുറപ്പെട്ട 1 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ കൊല്ലുന്നല്ലേ പറഞ്ഞു. 1 മാസവും 1 ദിവസമായി ആ കൊല്ലുന്നാ പറഞ്ഞ അല്ലേ. അപ്പോൾ അംഗദൻ പറഞ്ഞ്, ബാലിയുടെ മകനല്ലേ, അംഗദൻ പറഞ്ഞു, ബാക്കിയുള്ളവരോട് പറഞ്ഞു, നോക്കൂ, 1 മാസം നമ്മളിങ്ങനെ സീതാന്വേഷണത്തിന് ചുറ്റിത്തിരിഞ്ഞ് നടന്നു കഴിഞ്ഞു. അതായത് ഈ ഗുഹയിലൊക്കെ നമ്മളെ സ്വയംപ്രഭയുടെ, ഈ യോഗിനിയുടെ സ്വയംപ്രഭയുടെ ഗുഹയിലൊക്കെ ചുറ്റിത്തിരിഞ്ഞ് 1 മാസത്തിനുള്ളിൽ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ആ കാലാവധി കഴിഞ്ഞുപോയി. അതാണ് അത് പറഞ്ഞ. തത്രോ വാചാംഗത കാംശ്ചിദ്വാനരൻ വാനരർഷഭ ഭ്രമതാം ഗഹ്വരേസ്മാകം മാസോ നൂനം ഗതോഭവത് സീതാ നാധിഗതാസ്മാഭിർ ന കൃതം രാജശാസനം യദി ഗച്ഛാമ കിഷ്കിന്ധാം സുഗ്രീവോസ്മാൻ ഹരിഷ്യതി. അസ്മാഭിः സീത ന അധിഗത, നമ്മളാൽ സീത അധിഗതയായില്ല, കണ്ടുപിടിക്കപ്പെട്ടില്ല, ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. രാജശാസനം ന കൃതം, നമ്മൾ രാജകൽപ്പന അനുസരിക്കാൻ പറ്റാത്തവരായി 1 മാസത്തിനുള്ളതെന്നാണേ. അപ്പോൾ ആ ആസനം അനുസരിക്കപ്പെട്ടില്ല. കിഷ്കിന്ധം യതി ഗച്ഛാമ, നമ്മളിപ്പം ഇനി കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോയാൽ സുഗ്രീവ അസ്മാൻ ഹനിഷ്യതി, സുഗ്രീവൻ തീർച്ചയായിട്ടും നമ്മളെ കൊല്ലും. പറഞ്ഞ ആ അവധി കഴിഞ്ഞു, നമുക്കിതുവരെ സീതയെ കണ്ടുപിടിക്കാനും സാധിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ സീതയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കിഷ്കിന്ധയിലേക്ക് മടങ്ങി ചെന്നാൽ കൊല്ലും എന്നല്ലേ സുഗ്രീവൻ പറഞ്ഞത്, കൊല്ലുകയും ചെയ്യും.
അതാണ് സീതാ നാധിഗതാസ്മാഭിർന കൃതം രാജശാസനം യതി ഗച്ഛാമ കിഷ്കിന്ധാം സുഗ്രീവോസ്മാൻ ഹനിഷ്യതി കൊല്ലും നമ്മളെ. വിശേഷത ശത്രുസുതം മാം മിഷാന്നിഹനിഷ്യതി മയി തസ്യ കുത പ്രീതിരഹം രാമേണ രക്ഷിത. മാത്രല്ല വിശേഷത ശത്രുസുതം മാം, പ്രത്യേകിച്ചും ശത്രുച്ചവിടെ ബാലിയെ പറയണം. ബാലിയുടെ പുത്രനായിട്ടുള്ള എന്നെ, ബാലി ശത്രു ആയതുകൊണ്ടാണല്ലോ കൊന്നത്. പറയണ പ്രത്യേകിച്ചും ബാലിയുടെ മകനാണല്ലോ ഞാൻ. അങ്കദൻ പറയുകയാണ്, അങ്കദൻ ബാലിയുടെ മകനല്ലേ. എന്നെ മിഷാദ് ഹനീഷരി, തീർച്ചയായിട്ടും കൊല്ലും. മയി തസ്യ പ്രീതി കുത, എന്നോട് അത്ര സ്നേഹം ഉണ്ടാവുമോ? ബാലിയെ കൊന്നതല്ലേ, എൻ്റെ അച്ഛനെ കൊന്ന ആളല്ലേ, എന്നോട് സ്നേഹം ഉണ്ടാവുമോ? അഹം രാമേണ രക്ഷിത, ഞാൻ രാമനാൽ രക്ഷിക്കപ്പെട്ടു, അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു തന്നെയുള്ളൂ. അപ്പോൾ വിശേഷിച്ച് ഗുരുവിൻ്റെ പുത്രൻ, ശത്രുവിൻ്റെ, അതായത് സുഗ്രീവൻ്റെ ശത്രുവാണ്, രാമൻ്റെ ശത്രു അല്ല. ശരിക്കും സുഗ്രീവൻ്റെ ശത്രുവാണല്ലോ ബാലി. അപ്പോൾ സുഗ്രീവൻ്റെ ശത്രു ആയതുകൊണ്ട് ശ്രീരാമൻ സുഗ്രീവൻ്റെ മിത്ര ആയതുകൊണ്ട് രാമൻ്റെയും കൂടി ആ ശത്രുവിനെ വധിച്ചു എന്നേ ഉള്ളൂ. ശരിക്കും രാമന് ശത്രുതല്ല. അപ്പോൾ പറയണ ഈ സുഗ്രീവൻ എന്നെ ഒരു ശത്രുവിൻ്റെ മകനായിട്ട് തന്നെ കാണുള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ സീതയെ അന്വേഷിച്ച് മടങ്ങിയെത്തി, സീതയെ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഏട്ടനോടുള്ള ദേഷ്യം മനസ്സിലുണ്ട് സുഗ്രീവന്. അപ്പം ഏട്ടൻ്റെ മകനല്ലേ, തീർച്ചയായിട്ടും എന്നെ കൊല്ലും. അമ്മന്നെ എന്നെ കൊല്ലാതെ രാമൻ എന്നെ കൊല്ലാമായിരുന്നു, പക്ഷെ രാമനന്ന് കൊന്നില്ല, എൻ്റെ ജീവൻ രക്ഷിച്ചു എന്നേ പറയാനുള്ളൂ എന്ന് പറയാണ്. വിശേഷത സുഗ്രീവൻ്റെ ശത്രുവായിരുന്നില്ല ബാലി, അതുകൊണ്ട് എന്നെ, ഞാൻ ബാലിയുടെ മകനായതുകൊണ്ട് എന്നെ ഇപ്പോൾ കാര്യം സാധിക്കാതെ പോയാൽ കൊല്ലുന്ന ഉറപ്പാന്ന് പറയാം. വിശേഷത ശത്രുസുതം മാം വിഷാന്നിഹനിഷ്യതി മയി തസ്യ കുത പ്രീതിരഹം രാമേണ രക്ഷിത. അന്ന് രാമൻ എന്നെ കൊന്നില്ല, എൻ്റെ ജീവൻ പോയില്ല. പക്ഷേ ഇപ്പം എന്നോട് എന്തായാലും എന്നോടൊരു സ്നേഹം ഉണ്ടാവില്ല, സുഗ്രീവൻ എന്നെ കൊല്ലെന്നെ ചെയ്യുന്ന. ഇതാനും രാമകാര്യം മേന്ന കൃതം തന്മിഷം ഭവേത് തസ്യ മദ്ധനനേ നൂനം സുഗ്രീവസ്യ ദുരാത്മന. ഇതാനും രാമകാര്യം മേന്ന കൃത, ഇപ്പോൾ ഈ രാമൻ്റെ കാര്യം സീതയെ കണ്ടുപിടിക്കലേ, അത് എന്നാൽ സാധിച്ചതുമില്ല. ദുരാത്മനഃ തസ്യ സുഗ്രീവസ്യ, ആ സുഗ്രീവനെ അങ്കടും ദേഷ്യമുണ്ട്, അച്ഛനെ കൊന്നാളല്ലേ. അപ്പോൾ ആ ദുരാത്മാവായിട്ടുള്ള സുഗ്രീവന് മദ്ധനനെ, എന്നെ വധിക്കുന്നതിൽ തദ്മിഷം ഭവേത് നൂനം, അത് തീർച്ചയായിട്ടും ചെയ്യും. അതായത് ഇപ്പം ഞാൻ രാമകാര്യത്തിനെ സാധിപ്പിക്കാൻ ശക്തനായിട്ടില്ല. അതായത് 1 മാസം അന്വേഷിച്ചിട്ട് സീതയെ കണ്ടുപിടിച്ചില്ല, അതൊരു കുറ്റായിട്ട് കണ്ടിട്ടെന്ന്. അതാണ് നൂനം തദ്മിഷം ഭവേത് നൂനം. അങ്ങനെ സീതയെ കണ്ടുപിടിക്കാൻ കാലാവധി, അതായത് 1 മാസത്തിൻ്റെ ഉള്ളിൽ സീതയെ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞതാണ്. ആ കാലാവധിയിൽ ഇത് സാധിക്കാത്തത് കൊണ്ട് അതൊരു കുറ്റമായി കണ്ട് ദുരാത്മാവായ സുഗ്രീവൻ എന്നെ തീർച്ചയായിട്ടും കൊല്ലും എന്ന് പറയാണ്. അങ്കദനാണ് പേടി പതിയെ. കാരണം അങ്കദൻ ബാലിയുടെ മകനല്ലേ. അപ്പോൾ സുഗ്രീവൻ ഇപ്പോഴും ദേഷ്യം ഉണ്ടാവും എന്നാണ്. അതുകൊണ്ട് സീതാന്വേഷണത്തിനെ പറഞ്ഞേച്ചിട്ട് അത് സാധിച്ചതുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ നീ സീതാന്വേഷണത്തിന് പോയി 1 മാസത്തിനുള്ളിൽ സാധിച്ചു വരാത്തതുകൊണ്ട് നിന്നെ ഇതാ കൊല്ലുള്ളൂ എന്ന് പറയാം. കാരണം അതൊരു കുറ്റമായിട്ട് കണ്ടിട്ട് കൊല്ലാലോ. ഞാൻ പറഞ്ഞതല്ലേ 1 മാസത്തിനുള്ളിൽ വേണമെന്ന്, അല്ലെങ്കിൽ കൊല്ലുന്ന ഞാൻ പറഞ്ഞതല്ലേ ആദ്യം തന്നെ. ഇപ്പോൾ നീ സീതാന്വേഷണം, സീതയെ കണ്ടുപിടിച്ചില്ല, അപ്പം എനിക്ക് നീ ആ കുറ്റത്തിന് നിനക്ക് ശിക്ഷ ഉണ്ട്, അത് മരണമാണെന്ന് പറഞ്ഞ് കൊല്ലുന്നു. ഇനി മാതൃകൽപ്പാം ഭ്രാതൃഭാര്യാം പാവാത്മാനുഭവത്യസൗ ന ഗച്ഛേയമത പാർശ്വം തസ്യ വാനരപുങ്കവാഹ പാപാത്മാ അസൗ. ഈ പാപ സ്വഭാവമുള്ള ഈ സുഗ്രീവൻ മാതൃകൽപ്പാം ഭ്രാതൃഭാര്യാം, അമ്മയ്ക്ക് തുല്യമായ ജ്യേഷ്ഠപത്നിയെ, അതായത് താരെ, ബാലിയുടെ ഭാര്യയെ, അമ്മയ്ക്ക് തുല്യമാണ് ജ്യേഷ്ഠപത്നി എന്നാ പറയുക. അപ്പോൾ ഭ്രാതൃഭാര്യ, മാതൃതുല്യയായ, മാതൃകൽപ്പം എന്നാണ്, മാതാവായിട്ട് കാണണം എന്നാണ് പറയുക ഏട്ടൻ്റെ ഭാര്യയെ. അപ്പോൾ മാതൃതുല്യമായിട്ടുള്ള ഈ ജ്യേഷ്ഠപത്നിയെ അനുഭവതി, ഇത് അനുഭവിക്കുന്നു, ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു താരെ.
അതായത് അങ്കദൻ്റെ അമ്മ. അതഹ വാനരപുങ്കവ, അതുകൊണ്ട് ഹേ എൻ്റെ വാനര ശ്രേഷ്ഠന്മാരെ, അവിടെ ഇരിക്കണ വാനരന്മാരോട് പറയണം, അങ്കദൻ്റെ കൂടെയുള്ളവരോട്, തസ്യ പാർശ്വം ന ഗച്ഛേയം, ഞാൻ സുഗ്രീവൻ്റെ അടുത്തേക്ക് പോണില്ല എന്ന് പറയാണ്. അതായത് സുഗ്രീവൻ ദുഷ്ടനാണ്. എന്താ കാരണം വെച്ചാൽ ഞാൻ വെറുതെ പറയല്ല, അങ്കദൻ പറയണേ, ഞാൻ വെറുതെ പറയല്ല സുഗ്രീവൻ ദുഷ്ടനാണെന്ന്. നോക്കൂ, സുഗ്രീവൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് എൻ്റെ അമ്മ താര. ആ താരെ അതായത് ജ്യേഷ്ഠപത്നിയെ മാതൃതുല്യം കാണേണ്ടതാണ്. അങ്ങനെ മാതൃതുല്യം കാണേണ്ടതായ എൻ്റെ അമ്മയായിട്ടുള്ള താരയെ ഇതാ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കണു. അതുകൊണ്ടാണ് ഞാൻ ദുഷ്ടനാണ് പാപിയെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അല്ലയോ വാനരവീരന്മാരെ, ഇവിടെയുള്ള വാനരന്മാരെ, ഞാൻ ആ ദുഷ്ടൻ്റെ സമീപത്തേക്ക് പോണില്ല, എന്നെ കൊല്ലുന്ന ഉറപ്പാണെന്നർത്ഥം. മാതൃകൽപ്പാം ഭ്രാതൃഭാര്യാം പാപാത്മാൻ അനുഭവത്യസൗ, അതായത് അനുഭവിക്കുന്നു, ജ്യേഷ്ഠൻ്റെ പത്നി അനുഭവിക്കുന്നു എന്ന്. ന ഗച്ഛേയമത പാർശ്വം, ഞാൻ അടുത്തേക്ക് പോണില്ല. തസ്യ വാനര പുങ്കവാഹ, ഹേ വാനര ശ്രേഷ്ഠന്മാരെ. ഇനി 7ഉം 8ഉം, 8ത്തെ ഒരു വായിയല്ലോ കേട്ടോ. ത്യക്ഷ്യാമി ജീവിതം ചാത്ര യേന കേനാഭിമൃത്യുന ഇത്യശ്രുനയനം കേചിദ് ദൃഷ്ട്വാ വാനരപുങ്കവാഹ വ്യഥിതാഃ സാശ്രുനയന യുവരാജമഥാബ്രുവൻ. അത്ര യേന കേനാഭി മൃത്യുന ജീവിതം ത്യക്ഷ്യാമി. ഇവിടെ യേന കേനാഭി, ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ ഏതെങ്കിലും മരണം വരിക്കാനൊരു ഉപായം എടുത്തിട്ട് ഞാൻ ജീവിതത്തെ ഞാൻ ത്യജിക്കുകയാണ്. ഞാൻ ഇവിടെ എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് മരിക്കാൻ പോവുകയാണ്. ഒന്നെങ്കിൽ തീച്ചാടി മരിക്കുക, അല്ലെങ്കിൽ തൂങ്ങി മരിക്കുക, അല്ലെങ്കിൽ സ്വയം പീഡിച്ച് മരിക്കുക, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുക. മരിക്കാൻ പല വഴികളും പലരും ഉപയോഗിക്കുമല്ലോ. അതാണ് പറഞ്ഞത്, ഏനകേനാഭി, എങ്ങനെയെങ്കിലും ഞാൻ മൃത്യുവിനെ വരിക്കാൻ പോവുകയാണ്. എൻ്റെ ജീവനെ ഞാൻ എങ്ങനെയെങ്കിലും ത്യജിക്കാൻ പോവുകയാണ്. ഏനകേനാഭി മൃത്യുന ജീവിതം ത്യക്ഷ്യാമി, ഞാൻ ഈ ജീവിതം ത്യജിച്ച് മരണം വരിക്കാൻ പോവുകയാണ് എങ്ങനെയെങ്കിലും. കാരണം അല്ലെങ്കിൽ സുഗ്രീവൻ്റെ കൈകൊണ്ട് മരണം സംഭവിക്കുകയെ. ഇതി അശ്രുനയനം ദൃഷ്ട്വ, ഇങ്ങനെ കണ്ണീരൊലിപ്പിക്കുന്ന ഈ അങ്കദനെ കണ്ടിട്ട് കേചിത് വാനര പൊങ്കവ, ചില വാനര ശ്രേഷ്ഠന്മാർ വ്യഥിതാഹ സാശ്രുനയനാഹ, ദുഃഖിതന്മാരും, അവർക്കും സങ്കടം വന്നു അങ്കദൻ്റെ കണ്ണീര് കണ്ടപ്പോഴേ. കുറച്ചിലർക്ക് ദുഃഖിതന്മാരായിട്ട് കണ്ണ് നിറഞ്ഞ കണ്ണുകളോട് കൂടിയവരായിട്ട് അഥാ യുവരാജം അബ്രുവൻ, ആ യുവരാജാവായിട്ടുള്ള അങ്കദനോട് ഇപ്രകാരം പറഞ്ഞു. അതായത് കഴുത്തിൽ കയറ് കെട്ടിയിട്ടോ മലയിൽ നിന്ന് താഴത്തേക്ക് ചാടിയിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടോ എങ്ങനെയെങ്കിലും വിധത്തിൽ ഞാനിവിടെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് ഇരിക്കണ അങ്കദനെ കണ്ടിട്ട് വേറെ ചില വാനരന്മാരും വല്ലാതെ ദുഃഖിച്ചു. അവരും കരഞ്ഞു, അവരുടെ കണ്ണുകളിലും വെള്ളം നിറഞ്ഞു. എന്നിട്ട് അവർ യുവരാജാവായിട്ടുള്ള അങ്കദനോട് ഇപ്രകാരം പറഞ്ഞു: ത്യക്ഷ്യാമി ജീവിതം ചാത്ര യേന കേനാഭി മൃത്യുന ഇത്യശ്രുനയനം കേചിദ് ദൃഷ്ട്വാ വാനരപുങ്കവാഹ വ്യഥിതാഹ സാശ്രുനയന. അത് കണ്ടപ്പോൾ ഇവർക്കും കരച്ചിൽ വന്നു, ഒപ്പിരിക്കണ വാനന്മാർക്ക്. യുവരാജമഥാബ്രുവൻ, യുവരാജാവായിട്ടുള്ള അങ്കദനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞ? കിമർത്ഥം തവ ശോകോത്ര വയം തേ പ്രാണരക്ഷകാഃ ഭവാമോ നിവസാമോത്ര ഗുഹായാം ഭയവർജിതാഃ. അത്ര കിമർത്ഥം തവ ശോക, ഇവിടെ എന്തിനാണ് നിനക്ക് ദുഃഖം? വയം തേ പ്രാണരക്ഷകാഃ ഭവാമ, ഞങ്ങൾ നിൻ്റെ പ്രാണനെ രക്ഷിക്കും. അതായത് ഞങ്ങൾ നിന്നെ രക്ഷിച്ചോളാം, നിന്നെ സുഗ്രീവൻ കൊല്ലാണ്ട് നോക്കിക്കോളാം. അത്ര ഗുഹായാം, ഈ ഗുഹയിൽ ഭയവർജിതാഹ നിവസാമ, പേടിയില്ലാതെ ഈ ഗുഹയിൽ വസിച്ചോളൂ. എന്താ പറഞ്ഞ? ഇപ്പോൾ ഒപ്പമുള്ള കുരഞ്ഞന്മാരെ ഇവർക്ക് സങ്കടമുണ്ട് അങ്കദൻ്റെ കണ്ണീര് കണ്ടിട്ട്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് നീ എന്തിനാ അങ്ങനെ ദുഃഖിക്കണേ? ഞങ്ങൾ നിൻ്റെ പ്രാണനെ രക്ഷിച്ചോളാം. നമുക്ക് ഈ ഗുഹയിൽ പേടി കൂടാതെ വസിക്കാലോ. ഈ സ്വയംപ്രഭയുടെ ഗുഹയിലേക്ക് ആരും വരില്ല. അപ്പം ഇവിടെ നമുക്ക് സമാധാനമായിട്ടിരിക്കാം എന്ന് പറഞ്ഞു. ഇനി
16 അല്ല 10, 11 സർവസൗഭാഗ്യ അല്ല അത് 9 വായിച്ചിട്ടാവാട്ടോ, 10ലേക്കും 11ലേക്കും പോവാം. കിമർത്ഥം തവ ശോകോത്ര വയം ദേ പ്രാണരക്ഷകാഃ ഭവാമോ നിവസാമോത്ര ഗുഹായാം ഭയവർജിത. ഈ ഗുഹയിലെ ഭയമില്ലാതെ താമസിക്കാം, ഞങ്ങൾ നിന്നെ രക്ഷിച്ചോളാം. സർവസൗഭാഗ്യസഹിതം പുരം ദേവ പുരോപമം ശനൈഃ പരസ്പരം വാക്യം വദതം മാരുതാത്മജഃ ശ്രുത്വാംഗദം സമാലിംഗ്യ പ്രോവാച നയകോവിദഃ. എന്താ അറിയോ? സർവസൗഭാഗ്യസഹിതം, സർവസമ്പൽ സമൃദ്ധിയുള്ള ദേവപുരോപമം പുരം, അതായത് ദേവലോകത്തിന് തുല്യമായിട്ടുള്ള ഈ സ്വയംപ്രഭയുടെ ഗുഹ, ആ രാജധാനി, ശനൈഹി മന്ദം മന്ദം പരസ്പരം വദതാം വാക്യം ശ്രുത്വ, അന്യോന്യം അങ്ങടും ഇങ്ങടും പറയുന്നവരുടെ വാക്യത്തെ ശ്രവിച്ചിട്ട് നയകോവിത മാരുതാത്മജ, സമാധാനിപ്പിക്കാൻ, എല്ലാവരെയും സമാധാനിപ്പിക്കാൻ സമർത്ഥനായിട്ടുള്ള വായുപുത്രൻ എന്ന് പറഞ്ഞാൽ ഹനുമാൻ, അംഗദം സമാലിംഗ്യ, അംഗദനെ ആലിംഗനം ചെയ്തിട്ട് പ്രോവാച. പിന്നെ ഈ ഹനുമാൻ പറയണതാ, അതായത് ഈ ഗുഹയിൽ, ഈ സ്വയംപ്രഭ എന്ന യോഗിനിയുടെ ഈ ഗുഹ ഉണ്ടല്ലോ, അതിലത്തെ രാജധാനി സ്വർഗതുല്യല്ലേ, അതുകൊണ്ട് നമുക്കതിൽ വസിക്കാം. ഇങ്ങനെ മറ്റ് വാനരന്മാർ പറഞ്ഞില്ലേ, ഇപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, മറ്റു വാനരന്മാർ നമുക്ക് ഇവിടെ സമാധാനമായിട്ട് താമസിക്കാൻ, ഇവിടെ ആരും വരില്ല, എത്ര അസൽ ഗുഹയാണ്, എത്ര അസൽ രാജധാനിയാണ് എന്നൊക്കെ പറയണത് കേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞില്ലേ, അതൊക്കെ ബാക്കി വാനരന്മാരാ പറഞ്ഞത് അംഗദനോടെ, ഇവിടെ തന്നെ വസിച്ചാൽ മതി, ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ രക്ഷിച്ചോളാം, നല്ല സ്വർഗതുല്യമായിട്ടുള്ള രാജധാനി എന്നൊക്കെ അവരാ പറഞ്ഞത്. അപ്പോൾ അത് കേട്ടിട്ട് നല്ല മിടുക്ക്, നല്ല ബുദ്ധിയും സാമർഥ്യമുള്ള ഹനുമാൻ അംഗദനെ ആലിംഗനം ചെയ്തിട്ട് ഇപ്രകാരം പറയുകയാണ്. അതാണ് അടുത്ത ശ്ലോകങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് വായിച്ച് 10, 11 വായിക്കാം. സർവസൗഭാഗ്യസഹിതം പുരം ദേവപുരോപമം ശനൈഃ പരസ്പരം വാക്യം വദതാം മാരുതാത്മജഃ ശ്രുത്വാംഗദം സമാലിംഗ്യ പ്രോവാച നയകോവിദ. നയകോവിദൻ എന്ന് പറഞ്ഞാൽ നല്ല മിട്ട് സാമർഥ്യമുള്ള ആളാണ് ഹനുമാൻ, ഈ ബുദ്ധി. അപ്പോൾ നയകോവിദനായിട്ടുള്ള ഹനുമാൻ അംഗദനെ ആലിംഗനം ചെയ്ത് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? 12, 13, 14, 15 ഒന്നിച്ചാണ് കേട്ടോ. വിചാര്യതേ കിമർത്ഥം ദേ ദുർവിചാരോ ന യുജ്യതേ രാജ്ഞോത്യന്തപ്രിയസ്ത്വം ഹി താരാപുത്രോതി വല്ലഭ രാമസ്യ ലക്ഷ്മണാൽ പ്രീതിസ്ത്വയി നിത്യം പ്രവർത്തതേ അതോ നരാഘവാത് ഭീതിസ്തവ രാജ്ഞോ വിശേഷത അഹം തവ ഹിതേ സക്തോ വത്സ നാന്യം വിചാരയ ഗുഹാവാസശ്ച നിർഭേദ്യ ഇത്യുക്തം വാനരൈസ്തു യദ് തദേതദ്രാമബാണാനാം അഭേദ്യം കിം ജഗത്രയേ യേ ത്വാം ദുർബോധയന്ത്യേതേ വാനരാ വാനരർഷഭ പുത്രാദാരാധികം ത്യക്ത്വാ കഥം സ്ഥാസ്യന്തി തേ ത്വയാ. എന്താ പറയണം ഹനുമാൻ നോക്കാം. കിമർത്ഥം വിചാര്യതേ, എന്തിനായിട്ടാണ് ഇതൊക്കെ ആലോചിക്കണ വേണ്ടാത്ത കാര്യമൊക്കെ? തേ ദുർവിചാര ന യുജ്യതേ, തേ ദുർവിചാര ന യുജ്യതേ, നിൻ്റെ ദുരാലോചന, ഒരു പോസ് വന്നു, സോറി. കിമർത്ഥം വിചാരത, എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കണേ? തേ ദുർവിചാര എന്നാ യുജ്യത, ഇങ്ങനത്തെ വേണ്ടാത്ത വിചാരം, അതായത് ദുരാലോചന, അത് അങ്ങക്ക് ചേർന്നതല്ല പറയണ ഹനുമാനെയും അംഗദനോടെ. ത്വം രാജ്ഞ അത്യന്തപ്രിയ, നീ രാജാവിന്, അതായത് സുഗ്രീവന് നിന്നെ നല്ല ഇഷ്ടം തന്നെയാണ്. ഇല്ല നീ ശത്രുപുത്രനാണെന്ന് വിചാരിച്ച് എന്നോട് ദേഷ്യം ഉണ്ടാവും, ഇങ്ങനത്തെ വിചാരങ്ങളൊന്നും വേണ്ട. താരാപുത്ര, താരയുടെ പുത്ര, അതിവല്ലഭ, നല്ല സമർത്ഥനാണ്. രാമസ്യ, രാമന്, ത്വയി, നിന്നിൽ, ലക്ഷ്മണോത്, ലക്ഷ്മണനുള്ളതിനേക്കാൾ പ്രീതി, സ്നേഹം, നിത്യം പ്രവർദ്ധതേ, രാമനും അതെ, ലക്ഷ്മണോനുള്ളേക്കാൾ സ്നേഹം നിന്നോടുണ്ട്. അതഹ രാഘവാത് ഭീതി തവന, അതുകൊണ്ട് രാമനിൽ നിന്ന് നിനക്കൊരു ഭയത്തിൻ്റെ ആവശ്യമില്ല. വിശേഷത രാജ്ഞ, വിശേഷിച്ച് പോരാത്തതിന് സുഗ്രീവനിൽ നിന്നും നിനക്ക് ഭയം വേണ്ട. അഹം തവ ഹിതേ സക്ത, ഞാനാണെങ്കിൽ നിൻ്റെ നന്മയിൽ വളരെ താല്പര്യമുള്ള ആളാണ്. വത്സ അന്യം ന വിചാരയ, വേണ്ടാത്തൊന്നും അന്യമായിട്ടൊന്നും വിചാരിക്കണ്ട.
ഗുഹാവാസ നിർഭേദ്യ ഇതി ഗുഹാവാസം പിന്നെ ഒഴിവാക്കാൻ പെടാത്തതാണെന്ന് കഴിയാത്തതാണെന്ന് വാനരൈഹി ഉക്തം യത് വാനന്മാരാൽ പറയപ്പെട്ടത് യാതൊന്നും. അതായത് ഈ ഗുഹയെന്ന് എവിടേക്കും പോകണ്ടെന്ന് പറഞ്ഞല്ലോ അവർ. അത് ഇത് രാമബാണാനം അഭേദ്യം ജഗത്രയേക്കും. അത് ഇവിടെ ഇരുന്നാൽ നിനക്ക് യാതൊരു ജീവഹാനി സംഭവിക്കില്ല എന്നൊക്കെ നിൻ്റെ പിന്നെ ഫ്രണ്ട്സായിട്ടുള്ള വാനന്മാർ പറഞ്ഞുവല്ലോ. അതൊന്നും വിചാരിക്കണ്ട. കാരണം രാമബാണങ്ങൾക്ക് എത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ രാമബാണങ്ങളാൽ ഭേദിക്കപ്പെടാൻ കഴിയാത്ത ഒരു കാര്യവും ഈ 3 ലോകത്തിലും ഇല്ല. ഏത് ഗുഹയിലിരുന്നാലും രാമബാണങ്ങൾക്ക് അവിടെ വരാൻ പറ്റും വേണച്ചാൽ. അപ്പോൾ ഈ ഗുഹയിൽ നിന്ന് ഒരിക്കലും പുറത്ത് പോകണ്ട, ഇവിടെ നിങ്ങൾ സുരക്ഷിതരാണെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ വെറുതെ. കാരണം രാമബാണങ്ങൾക്ക് എത്താൻ കഴിയാതെ 3 ലോകത്തിലും ഒരു സ്ഥലമില്ല. വാനരഷഭാഹേ വാനരശ്രേഷ്ഠ ത്വാമിയെ വാനരാഹ ദുർബോധയന്തി. നിന്നെ ഈ വാനന്മാരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദുർബോധം, അതാണ് ദുർബോധം എന്ന് പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. ഇവർ പുത്രധാരാധികം ത്യക്ത്വ പുത്രഭാര്യമാരെ ത്യജിച്ചിട്ട് ത്വയാ കഥം സ്ഥാസ്യന്തി. നിന്നോട് കൂടെ എങ്ങനെ നിൽക്കും? അവർക്ക് അവരുടെ ഭാര്യയും കുട്ടികളെയൊക്കെ നോക്കണ്ടേ? അവർ എന്നും നിൻ്റെ കൂടെ ഇരിക്കുമോ? അപ്പം അവർ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, ഇവിടെ തന്നെ താമസിച്ചാൽ മതി, ഞാൻ പേടിക്കില്ല എന്ന്. അതും തെറ്റാണ്. രാമബാണം എത്താത്ത സ്ഥലമില്ല. അതെന്താ പറയണ വെച്ചാൽ, അപ്പോൾ ഉപദേശിക്കുകയാണ് അങ്കദനെ, നീ എങ്ങനെ പിന്നെ ഓരോ അനാവശ്യ വിചാരങ്ങൾ വിചാരിച്ച് വിഷമിക്കണ്ടെന്ന്. അതാണ് എന്തിനാണ് ഇങ്ങനെ വിചാരിക്കണേ? നിൻ്റെ ഈ ദുശങ്കയൊന്നും നന്നല്ല. താരയുടെ പുത്രനാണ് നീ, അതിസമർത്ഥനാണ്. നിൻ്റെ രാജാവിന് സുഗ്രീവന് നീ വളരെ പ്രിയപ്പെട്ടവനാണ്. രാമനാണെങ്കിൽ ലക്ഷ്മണനോടുള്ളതിനേക്കാൾ സ്നേഹം നിന്നിലുണ്ട്. കാരണം അച്ഛനെ കൊന്നു എന്നുള്ള ദയൊക്കെ ഉണ്ടേ. അതുകൊണ്ട് രാമനിൽ നിന്ന് വിശേഷിച്ചും രാജാവിൽ നിന്ന് നിനക്കൊരു ഭയത്തിനും അവകാശമില്ല. സീതയെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നും കരുതണ്ട. ഹേ പിന്നെ അങ്കദ, ഞാൻ നിൻ്റെ നന്മയിൽ വളരെ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് വേറെ വേണ്ടാത്ത വിചാരമൊന്നും നിനക്ക് വേണ്ട. ഇപ്പം നിൻ്റെ ഫ്രണ്ട്സ് വാനന്മാർ പറഞ്ഞ പോലെ ഗുഹയിൽ വസിക്കാം, ആരിൽ നിന്നും ഭയം വേണ്ട എന്നൊക്കെ പറഞ്ഞില്ലേ? നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് നിൻ്റെ വാനന്മാർ. അതൊന്നും വിശ്വസിക്കേണ്ട. രാമബാണങ്ങളൊക്കെ പിളർക്കാൻ കഴിയാത്തതായിട്ടല്ലോ ഈ 3 ലോകത്തിലും ഒന്നുമില്ല. നിന്നോടൊരുമിച്ച് അവരിവിടെ എപ്പോഴും ഇരിക്കാം എന്ന് പറഞ്ഞില്ലേ? അതും വലിയ അർത്ഥമുള്ള കാര്യമല്ല. കാരണം അവരുടെ പുത്രന്മാരെയും ഭാര്യമാരെയും ഒക്കെ പിരിഞ്ഞിട്ട് അവർ എത്ര കാലം നിൻ്റെ കൂടെ വസിക്കും എന്ന് പറയുകയാണ്. ഇനി നമുക്ക് ഇത് വായിച്ച് കഴിഞ്ഞിട്ട് 15 വരെ ഒന്നും കൂടി വായിച്ച് നമുക്ക് ഇവിടെ നിർത്താം. വിചാര്യതേ കിമർത്ഥം തേ ദുർവിചാരോ നയുജ്യതേ രാജ്ഞോത്യന്തപ്രിയസ്ത്വം ഹി താരാപുത്രോതി വല്ലഭ രാമസ്യ ലക്ഷ്മണാൽ പ്രീതിസ്ത്വയി നിത്യം പ്രവർദ്ധതേ അതോ ന രാഘവാത് ഭീതിസ്തവ രാജ്ഞോ വിശേഷത അഹം തവ ഹിതേ സക്തോ വത്സനാന്യം വിചാരയ ഗുഹാവാസശ്ച നിർഭേദ്യ ഇത്യുക്തം വാനരൈസ്തു യദ് തദേതദ്രാമബാണാനാമഭേദ്യം കിം ജഗത്രയേ യേ ത്വം ദുർബോധയന്ത്യതേ വാനരാ വാനരഷഭ പുത്രധാരാധികം ത്യക്ത്വാ കഥം സ്ഥാസ്യന്തിയേ തേ ത്വയാ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.